അഷ്ടചൂർണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അഷ്ടചൂർണത്തിൽ 8 കൂട്ടം വരുന്നുള്ളൂ. അത് തയ്യാറാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ കുറേ വികൃതി കുട്ടന്മാരില്ലേ, ഈ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾ, വയറൊക്കെ വീർത്ത് ഭക്ഷണം കാണിച്ചാൽ തീരെ കഴിക്കില്ല, എന്നാൽ ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ ധാരാളം കഴിക്കും. അവർക്ക് വേണ്ടത് മാത്രം കഴിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ പലഹാരങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. എന്നാൽ അങ്ങ് കുറച്ച് കുസൃതി കാണിച്ച് നടക്കുന്ന കുറുമ്പന്മാരില്ലേ, ഭക്ഷണത്തിനോട് തീരെ പ്രിയമില്ല. വിരയുടെ ശല്യം, അതുപോലെ ക്ഷീണിച്ച് മെലിഞ്ഞ് ദഹനക്കേട് ഉണ്ടാവുക, ഛർദി ഉണ്ടാവുക, ഓക്കാനുണ്ടാവുക, ഇങ്ങനത്തെ അവസ്ഥകൾ. അത് വിരശല്യം കൊണ്ടാണ്. അവർ വയറൊക്കെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ കുമ്പ പോലെ നിൽക്കും. ഇവർക്ക് കൊടുക്കാനുള്ളതാണ് അഷ്ടചൂർണം. അഷ്ടചൂർണം അതിന് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് രോഗാവസ്ഥകൾ കൊടുക്കാം. നമ്മൾ പല ഔഷധങ്ങൾ നിശ്ചയിക്കുമ്പോൾ, പ്രത്യേകിച്ച് നെയ്യൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഘൃതയോഗങ്ങളുണ്ടല്ലോ, സാരസ്വത ഘൃതം, കല്യാണ ഘൃതം, അതുപോലെ പല ഘൃതയോഗങ്ങളുണ്ട്. അത് കൊടുക്കേണ്ട അവസ്ഥകൾ നിശ്ചയിച്ചിട്ട് ആ നെയ്യ് ദഹിക്കാനും ശരീരത്തിലേക്ക് പിടിക്കാനും വേണ്ടി സഹായിക്കാനും ഈ അഷ്ടചൂർണം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഘൃതയോഗങ്ങളുടെ കൂടെ തന്നെ അതിനാനുപാതികമായിട്ടുള്ള ഒരളവിൽ രോഗിയുടെ അവസ്ഥയും രോഗാവസ്ഥയും ഒക്കെ അനുസരിച്ചുള്ളൊരു ഡോസ് ഡോക്ടർ നിശ്ചയിക്കും. എന്നിട്ട് ആ ഘൃതത്തിലേക്ക് അഷ്ടചൂർണം കൂടെ ചേർത്ത് ചില അവസ്ഥയിൽ കല്യാണക്ഷാരം ചേർക്കും, ചിലപ്പോൾ തേൻ ചേർക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നെയ്യും അഷ്ടചൂർണം കൂടി ചേർക്കുമ്പോൾ അതിലേക്ക് ചാലിക്കാനായിട്ട് നമ്മൾ തേൻ ചേർക്കുമല്ലോ. അപ്പോൾ നെയ്യിൻ്റെയും തേനിൻ്റെയും അളവ് ഒരിക്കലും തുല്യമാവരുത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1 ടീസ്പൂൺ കല്യാണഘൃതം 1 ടീസ്പൂൺ അഷ്ടചൂർണം ആണ് എടുക്കണമെങ്കിൽ 2 ടീസ്പൂൺ തേൻ ചേർക്കും. തേനിൻ്റെ അതേ അളവിലായിരിക്കില്ല ഒരിക്കലും ഘൃതയോഗങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൊടുക്കാറുണ്ട്. ഒട്ടനവധി കേസുകൾ കൊടുക്കും. പിന്നെ പൊതുവേ ദഹനക്കേടിന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കുട്ടികളൊക്കെ വരുമ്പോൾ ഈ മോരിൽ കാച്ചിയ മോരിൽ ചാലിച്ച് ഉച്ചഭക്ഷണത്തോടൊപ്പം കുഴച്ച് കൊടുക്കാൻ പറയും. അതല്ലെങ്കിൽ ആദ്യത്തെ ഉരുളയിൽ വെച്ച് കൊടുക്കാൻ പറയും. ചിലരിതൊക്കെ തന്നെ എടുത്ത് കഴിക്കുന്നവരുണ്ട്, മടിയില്ലാത്തവരുണ്ട്. ചിലർ കഴിപ്പിക്കാൻ ഇച്ചിരി പാടാട്ടോ. പക്ഷെ ഇത് കഴിച്ച് തുടങ്ങിയുണ്ടല്ലോ, അവർ ഭക്ഷണമൊക്കെ കഴിച്ചോളും, അവരുടെ വിരശല്യമൊക്കെ മാറും, നല്ല ദഹനശക്തി ഉണ്ടാവും. എപ്പോഴും ഓക്കാനും ഛർദിയും ക്ഷീണവും മെലിച്ചിലും ഈ മുഖത്തൊക്കെ ഇങ്ങനെ വെളുത്ത പാടിങ്ങനെ വരും, പാച്ചസ്. അത് നിങ്ങൾ ഒരുപാട് ക്രീമൊക്കെ പറ്റി നോക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നറിയോ? വയറ്റിൽ നിറയെ കൃമിയാണ്, അവരുടെക്കാളും വലുപ്പമുള്ള കൃമികളുണ്ടാവും വയറ്റിൽ. അപ്പോൾ അതില്ലാതാവണമെങ്കിൽ ഈ അഷ്ടചൂർണം നിത്യേന ശീലിച്ചാൽ മതി. ഇനി യാതൊരു രോഗാവസ്ഥകളും ഇല്ലെങ്കിലും കുട്ടികൾക്ക് പൊതുവെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏതേത് ഏജിനനുസരിച്ച് ഏതേത് രോഗാവസ്ഥയിൽ എത്ര അളവ് വേണമെന്നുള്ളത് നിങ്ങളുടെ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചിട്ട് നിശ്ചയിച്ചാൽ മതി. അതിപ്പോൾ ഈ യോഗം മാത്രമല്ല, ഏത് ഔഷധമായാലും ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കോമ്പിനേഷൻസും നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അഷ്ടചൂർണത്തിനെ പറ്റി ചുരുക്കി പറഞ്ഞു, ഇതിൻ്റെ ഉപയോഗങ്ങൾ. ഇനി ഇതിലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് വീട്ടിൽ സുലഭമായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതായത് ചുക്ക്, കുരുമുളക്, ജീരകം 3 ഐറ്റം. പിന്നെ നമുക്ക് അയമോദകം വേണം, ഇന്ദുപ്പ് വേണം, കായം വേണം. പിന്നെ ജീരകവും കരിഞ്ജീരകവും, അങ്ങനെ 8 കൂട്ടം. ഇത് സമമായിട്ട് പൊടിച്ച് ഒരു ജാറിലാക്കി വെച്ചിട്ട് ഓരോ ടീസ്പൂൺ 1/2 ടീസ്പൂൺ അതിന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ആദ്യത്തെ ഉരുളയിൽ കുറച്ച് പശു നെയ്യും ചേർത്ത് കുഴച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ചിലപ്പോൾ ഇത് അറിയാണ്ട് തന്നെ എടുത്ത് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മതി. ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് കൂടിയാലും പ്രശ്നമല്ലേ. അങ്ങനെയൊന്നും കഴിക്കില്ല അല്ലേ. എന്നാലും ട്രൈ ചെയ്ത് നോക്കും, വളരെ നല്ലതാണ്. പിന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും മറ്റ് അസുഖങ്ങൾ കൊണ്ടുള്ള ദഹനക്കേടാണെങ്കിൽ അതിന് മറ്റ് ഔഷധങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തനിയെ നിശ്ചയിക്കേണ്ട, ഒരു ഡോക്ടറെ കാണിച്ചിട്ട് സാധാരണ കുട്ടികൾക്ക് കഴിക്കാൻ മടിയില്ല, ഈ ഗ്രഹണി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഒട്ടനവധി പ്രയോഗങ്ങളുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞു മാത്രം. ഇങ്ങനെ 8 കൂട്ടം വരുന്നുള്ളൂ. ഇനി ഇതിൽ ഒരു പാഠഭേദമുള്ളത്, ഈ 8 കൂട്ടം വരുന്നതും തുല്യമായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ സമധരണ ധൃതം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്തും എടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ വൈദ്യയുക്തിക്കനുസരിച്ച് നിശ്ചയിക്കാറുണ്ട്. എന്നാലും കോമൺലി ഞാൻ ആദ്യമായിട്ട് കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് മരുന്നുണ്ടാക്കി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അഷ്ടചൂർണ്ണമാണ്. അതിൽ സമ അളവായിട്ട് എടുത്ത് എല്ലാം തുല്യമായിട്ട് എടുത്ത് പൊടിച്ചാണ് ഞാൻ കൊടുത്തിരുന്നത്. ഓക്കെ, വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോയും പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് 1-2 പ്രാവശ്യം കണ്ട എല്ലാം ക്ലിയർ ആവും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ഈ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല സ്ഥലമല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഇത് നമ്മുടെ വേമ്പനാട് കായലാണ്. ഓക്കെ, കൊച്ചിയിൽ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.